നമുക്ക് കുറേ പേര് നമ്മുടെ അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ടിങ് ഉള്ളത് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ടും സാരി ബ്ലൗസ് തയ്ക്കാനായിട്ട് മെയിൻ ക്ലോത്തിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിടാറാണ് ചെയ്യുക. ബാക്ക് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കും. കാരണം നമ്മളിവിടെ ഈ ചെയ്യുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ്. അത് മാത്രമല്ല ബാക്ക് ഓപ്പൺ ആണ് ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണെങ്കിലും നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ എന്താ പറയുക, ബാക്ക് ഓപ്പൺ ആണ് ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഒരു ബ്ലൗസും ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ മെറ്റീരിയൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു 1/2 ഇഞ്ചോളം തയ്ച്ച് മറക്കാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിയിൽ നിന്ന് എത്ര ഇഞ്ച് തവണ കിട്ടിയത് അത് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് വെച്ചിട്ട് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതൊരു ലൈനായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ശേഷം നമ്മളൊരു 1/2 ഇഞ്ച് തയ്ച്ചു പോകാനും തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തും തയ്യൽ തുമ്പ് വരച്ചു കൊടുക്കണം. കാരണം നമ്മൾ ബ്ലൗസിൻ്റെ ഹുക്കും പിന്നെ അതുപോലെ ഹുക്ക് ഇടാനുള്ള ഹോളൊക്കെ വെക്കുന്ന 2 പീസുകളുണ്ട്. അത് മടക്കി തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് പോകും. നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കിന്റെ ഭാഗത്തു നിന്നാണ് അത് പോവുക. നെക്കപ്പോൾ അല്ലാതെ ഒതുങ്ങി പോകും. അതുപോലെ തന്നെ ഷോൾഡറിലും ചേഞ്ചസ് വരും. അപ്പോൾ ആകെ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലെ തുണി ലെവൽ ചെയ്ത് വരച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ചോളം തയ്ച്ചു പോകാനായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ആണ്. ഷോൾഡർ എത്രയാണോ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നോക്കണം. ഇവിടെ നമുക്ക് 15.25 ഇഞ്ചസാണ് കിട്ടിയത്. 15.25. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ബാക്ക് നെക്ക് എത്ര ഇറക്കമുണ്ടോ എന്ന് ഫസ്റ്റ് നോക്കണം. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് ലെങ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്യുവാണ്. നമുക്കിവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം കഴുത്തിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ കഴുത്തിൻ്റെ ഇറക്കം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ കഴുത്തിൻ്റെ വിരിവ്, അതായത് കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 6 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. നമ്മളിവിടെ ക്യാൻവാസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ 1/4 ഇഞ്ച് കുറച്ചിട്ട് 2.25 ഇഞ്ചസാണ് ഇവിടെ ഒരു സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ 2 പോയിന്റും കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ശേഷം നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കഴുത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ളൊരു നെക്കാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 9 ഇഞ്ച് കഴുത്തിറക്കം വരുവാണെങ്കിൽ ഷോൾഡർ നമുക്കിവിടെ 15 ഇഞ്ചാണ് അല്ലേ. ഷോൾഡർ വന്നിട്ട് 15 ഇഞ്ചാണ്. അതിൽ നിന്ന് എത്ര ഇഞ്ച് കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? 9 ഇഞ്ച് നെക്ക് വരുവാണെങ്കിൽ നമ്മൾ 2.5 കൊണ്ട് 9നെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 3.6 ആണ് കുറയ്ക്കേണ്ടത്. 15 - 3.6 എന്ന് പറയുമ്പോൾ നമുക്കൊരു 11.1 ഒക്കെ കിട്ടും. അതിൻ്റെ പകുതിയാണ് നമ്മൾ ഒരു സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു സൈഡിലെ ഷോൾഡർ തയ്യൽ തുമ്പ് അടക്കമാണ് പറയുന്നത്. അന്നേരം നമുക്ക് 5.25.1 കിട്ടും. അതിനുശേഷം നമ്മൾ ഈ 2 ഷോൾഡറുകളുടെ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അങ്ങോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇത് ആം ഹോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആം ഹോളിൻ്റെ ഇറക്കം നമ്മളൊരു തയ്യൽ തുമ്പ് അടക്കം ഒരു 6.5 ഇഞ്ച് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആം ഹോൾ മാർക്ക് ചെയ്ത് ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം മെഷർമെൻറ്റ് എടുത്ത് നോക്കണം. നമുക്ക് ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ടുള്ള അത്ര തന്നെ നമുക്ക് ആം ഹോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ലൈൻ കൂടി വരച്ചു. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ചെസ്റ്റ് വേണം. ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് 39 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 9.25 ആണ്. പ്ലസ് നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ ലൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? 39 ഇഞ്ച് അതിൻ്റെ 4 ഭാഗം കണക്കാക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്യുവാണ്. അന്നേരം നമുക്കിവിടെ 9.25 + 1/2 എന്ന് പറയുമ്പോൾ 10.25 ഇഞ്ചാണ് കിട്ടുന്നത്. അത് നമ്മൾ ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് വെച്ച് വെക്കുന്നത്. മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ പകുതി കാണുവാണ്. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ കാണുന്നത്. 3.25 ഇഞ്ച് കിട്ടി. നമുക്ക് ആ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ഇഞ്ചസാണ് ആം ഹോൾ വേണ്ടത്? നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എടുത്തപ്പോഴത്തേനും ആം ഹോൾ ബോഡിയിലെ അളവ് 19 ഇഞ്ചാണ്. നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ ലൂസ് ആഡ് ചെയ്തിട്ട് 19.5 ഇഞ്ച് കണക്കാക്കുവാണ്. അപ്പോൾ ഒരു സൈഡിൽ അതിൻ്റെ പകുതിയാണ് വേണ്ടത് അല്ലേ. 19 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്കൊരു 9.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. തയ്യൽ തുമ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ അവിടത്തെയും അതുപോലെ സ്ലീവ് തയ്ക്കാൻ ആവശ്യമുള്ള തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് 9.25 ഇഞ്ചസാണ് ഇവിടെ ഉള്ളതെന്ന്. അതല്ല കൂടുതലാണോ ഉള്ളത് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. മെഷർമെൻറ്റ് എടുത്ത് നോക്കാം.
നമുക്കിവിടെ ഇച്ചിരി കൂടുതലാണ് കിട്ടിയത്. നമുക്കിവിടെ 10.25 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/4 ഇഞ്ച് ആം ഹോൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പകുതി കണക്കാക്കിയിട്ട് നമ്മൾ ഈ വരച്ച മാതിരി തന്നെ ആ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം. ശേഷം നമുക്ക് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് അളന്ന് നോക്കാം. 9.25 ഇഞ്ചാണോ വരുന്നതെന്ന് നോക്കണം. നേരത്തെ നമുക്ക് വീഡിയോ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഞാൻ മെഷർമെൻ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെയും അതുപോലെ തന്നെ സ്ലീവ് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് മെഷർമെൻ്റ് എടുത്ത് നോക്കുകയാണ്. അന്നേരം നമുക്ക് കൃത്യമായിട്ട് 9.25 ഇഞ്ച് ആം ഹോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം എത്ര ഇഞ്ചസ് ആണ് നോക്കണം. നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 33 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 8.25 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ഒട്ടും ലൂസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. 8.25 ഇഞ്ച് നമ്മളിവിടെ കൊടുത്തു. ശേഷം നമ്മളിവിടെ 1 ഇഞ്ച് ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ടക്ക് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. എന്നിട്ട് ഈ ചെസ്റ്റ് പോയിന്റും ഈ ടക്കിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റും കൂടെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മളിവിടെ 1.5 ഇഞ്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് നിൽക്കാനുള്ള തയ്യൽ തുമ്പായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് വരച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമുക്ക് ബാക്ക് പാർട്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട് പാർട്ടിലാണ് നമുക്ക് നോർമൽ ബ്ലൗസിനേക്കാളും വ്യത്യസ്തമായിട്ട് എന്തുള്ളത് കട്ടിങ്ങും അതുപോലെ അളവെല്ലാം വ്യത്യാസം വരുന്നത്. നമുക്ക് ടക്ക് ഇടണം. ബാക്കിലെ ടക്കിൻ്റെ അകലം എന്ന് പറയുന്നത് നമുക്ക് എത്ര ഇഞ്ചാണോ ബ്രസ്റ്റ് സൈസ് കിട്ടിയെന്ന് നോക്കണം. ഇവിടെ 38 നമ്മളൊരു 3.25 ഇവിടെ കൊടുക്കുകയാണ്. അത് തന്നെ നമ്മൾ ടക്കിൻ്റെ ലെങ്ത്തുമായിട്ടും കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ബാക്ക് പാർട്ട് തന്നെ എടുത്ത് വെച്ച് നോക്കണം. നമ്മൾ ഈ ഒരു ഭാഗത്ത് എപ്പോഴും കയറ്റി വെച്ചിട്ടാണ് തയ്ക്കാറ്. കുറച്ചൊന്ന് ഇറക്കി വെച്ചോളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഷേപ്പ് എടുക്കാൻ നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 5.25 തന്നെ ഷോൾഡർ, അത്ര തന്നെ നമ്മൾ ആം ഹോളിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം തയ്യൽ തുമ്പ് അടക്കം നമ്മളൊരു 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോർമൽ ബ്ലൗസിൻ്റെ വീഡിയോ കാണണം കേട്ടോ. പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിനകത്താണ്. ആം ഹോൾ നമുക്ക് കുഴിച്ചു വെട്ടാനായിട്ടൊരു 1/2 ഇഞ്ച് നമ്മളിവിടെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും ബാക്ക് പാർട്ട് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ അളവ് തന്നെ ഇവിടെ കൊടുത്താൽ മതിയോന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്കറിയാം നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് പോകുന്നുണ്ട് അല്ലേ? ആം ഹോളിൽ നിന്ന് ബ്രസ്റ്റ് പോയിന്റിൻ്റെ നമ്മുടെ മെയിൻ ടക്കിൻ്റെ അവിടോട്ട് ഒരു കട്ടിങ് പോകുന്നുണ്ട്. അത് കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മളവിടെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ പറയുന്നതൊന്ന് നമ്മൾ പ്രിൻസസ് കട്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഒരു ഷേപ്പിൽ വരുന്ന കട്ടിങ്, ആ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ കൂട്ടി തയ്ക്കുന്നുണ്ട്. അന്നേരം നമുക്ക് 1/2 ഇഞ്ച് ആ സൈഡിലും 1/2 ഇഞ്ച് ഈ സൈഡിലും തയ്യൽ തുമ്പ് ആവശ്യമാണ്. നമുക്കിവിടെ ഇടാൻ നേരത്തെ ചെസ്റ്റ് വന്നിട്ട് 9.25 ഇഞ്ച് വേണം താനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9.25 പ്ലസ് ഇവിടെ ടക്കിന് വേണ്ടിയുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം. അന്നേരം നമുക്ക് 9.25 ഒന്നും 10.25 ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് 9.25 പ്ലസ് 1/2 ഇഞ്ച് ലൂസും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 9.25 നമുക്ക് വേണ്ടത്. 1/2 ഇഞ്ച് നമ്മൾ ബോഡി ലൂസ് ആഡ് ചെയ്തു, അങ്ങനെ 10.25. അതുപോലെ തന്നെ നമുക്കിവിടെ ടക്കിന്റെ തയ്യൽ തുമ്പ് അടക്കം എത്ര വേണം? 11.25 വേണം. അതുപോലെ തന്നെ നമ്മൾ എത്ര ഇഞ്ചാണോ ടക്ക് വരുന്നത് അത് നമ്മളിവിടെ കട്ട് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്. ആ കളയുന്നതും നമുക്കിവിടെ എന്ത് വേണം? ചെസ്റ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള ടക്ക് കണ്ടുപിടിക്കണം, മെയിൻ ടക്ക് കണ്ടുപിടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് ഓർക്കണം കേട്ടോ. ഇനി നമുക്ക് ടക്കിന്റെ ലെങ്ത് ഷോൾഡറിൽ നിന്ന് താഴോട്ട് എത്ര വേണം എന്നുള്ളത് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴോട്ട് ടക്ക് വരുന്നത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നെക്കൊന്ന് ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. നെക്ക് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ 8 ഇഞ്ചസ് ആണ്. അന്നേരം നമ്മളിവിടെ 7.25 മാർക്ക് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തതെന്ന് അറിയാലോ? തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല നമ്മൾ 8 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ 8.25 ഇഞ്ച് വരും. അതുപോലെ നമുക്ക് 6 ഇഞ്ച് കഴുത്തകലം പകുതി 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കുറച്ചിട്ട് 2.25 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തു. ആം ഹോൾ കർവ് വെച്ചിട്ട് നല്ല ഡീപ്പായിട്ട് തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇടുന്ന ആളുകൾക്ക് അനുസരിച്ച് കഴുത്തിന്റെ ഷേപ്പിൽ മാറ്റം വരുത്താം. ടക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 9 ഇഞ്ച്. ടക്കിന്റെ ലെങ്ത് എത്രയാണ് വേണ്ടത് നമുക്ക് നോക്കണം. അപ്പോൾ ടക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്
നമ്മുടെ ബ്രസ്റ്റ് സൈസ് ഡിവൈഡഡ് ബൈ 10 ആണ്. അന്നേരം നമുക്കിവിടെ 38.5, നമ്മളിവിടെ ഒരു 3.25 അരയാണ് കിട്ടുക. അതിന് 4 ഇഞ്ച് കുറച്ചിട്ട് 3.1 കിട്ടുക. അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ട് 3.1 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഇത് നമ്മുടെ ബ്രസ്റ്റ് ലൈൻ ആണ്. ടക്ക് ലൈൻ കിട്ടിയിട്ട് നമ്മൾ നോർമൽ ബ്ലൗസിൽ ചെയ്യുന്ന പോലെ തന്നെ. ടക്കിന്റെ അകലം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മൾ നോർമൽ ബ്ലൗസിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ ഇവിടെ 3.1 കിട്ടുക അല്ലേ. പക്ഷേ നമുക്കിവിടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആയതുകൊണ്ട് ഈ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. കാരണം ഈ ടക്ക് ഈ വഴിക്ക് കടന്നു പോകുമ്പോഴത്തേനും തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ 3.1 കൂടെ 1/2 ഇഞ്ചും കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അന്നേരം 4.1 കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. അത് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും മുൻപ് എങ്ങനെയാണ് ഒരു നോർമൽ സാരി ബ്ലൗസ്, സാധാ ടക്കുള്ള നോർമൽ സാരി ബ്ലൗസ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒന്ന് കാണണം. അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടക്കും ടക്കിന്റെ അകലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്താണ് ടക്ക് അകലം, എന്താണ് മെയിൻ ടക്ക് എന്നുള്ളതിൻ്റെയൊക്കെ നമ്മൾ മുൻപേ അറിയാതെ നമ്മൾ ഓടി വന്ന് പ്രിൻസസ് കട്ടിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഒന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളിന്റെ ഭാഗത്തെ ടക്ക് കണക്കാക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എത്ര ഇഞ്ചാണ് ആം ഹോൾ നോക്കാം. 6.25 6.25ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. 3.1 അതിന്റെ പകുതി നമ്മൾ കണക്കാക്കുക. 3ന്റെ പകുതി 1.5 ആ 1.5 ഇഞ്ച് നമ്മൾ ഈ ആം ഹോളിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യുവാണ്. അത് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ ഓൾറെഡി ബാക്കിൽ കുറേ ലൈൻസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിട്ടുള്ള ലൈൻ. ഇവിടെയാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഷേപ്പിന്റെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ഈ ഒരു കുഴിച്ചു വെട്ടുന്ന ഭാഗം, ആ ഭാഗത്തായിട്ട് നമ്മൾ ആം ഹോൾ നന്നായി താഴ്ത്തി തന്നെ ഷേപ്പ് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളിതാ ഇവിടെ നിന്ന് ഈ ലൈനിൽ നിന്നും, അതായത് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇഞ്ചാണോ ടക്ക് വേണ്ടതെന്ന് നോക്കണം. ഇപ്പം നമുക്കിവിടെ 38 ഇഞ്ച് 39 ഇഞ്ച് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ടക്ക് തന്നെ ഇവിടെ കൊടുക്കണം. അന്നേരം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് നമ്മുടെ ഈ ചെസ്റ്റ് ലൈനിന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഇഞ്ച് വണ്ണം കുറയുന്നതിനനുസരിച്ച് ഈ ടക്ക് കുറയ്ക്കണം കേട്ടോ. 1/2 ഇഞ്ച് 1/4 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ ആയിട്ട് ടക്ക് കുറഞ്ഞു വരും. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ടക്ക് ഇവിടെ മാർക്ക് ചെയ്തു. ഈ പോയിന്റും കൂടി വെച്ചതിന് ശേഷം ഈ ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് നമ്മളൊരു ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം ടക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ നേരത്ത് നമുക്കറിയാം നമുക്ക് 10.25 ഇഞ്ചസ് തയ്ക്കാനായിട്ട് ഇവിടെ വേണം. കാരണം നമ്മൾ ബാക്ക് പാർട്ടിൽ കട്ട് ചെയ്തെടുത്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ കൂടെ ഈ 1 ഇഞ്ച് ടക്കും കൂടെ ആഡ് ചെയ്യാം. കാരണം നമുക്കിത് കട്ട് ചെയ്ത് പോകും. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ 10.25 ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ 1 ഇഞ്ച് പോയി കഴിയുമ്പോൾ തന്നെ 9.25 ആവും. നമുക്കത് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 10.25 പ്ലസ് ഈ 1 ഇഞ്ച് ടക്ക്, അന്നേരം നമുക്ക് എത്ര കിട്ടും? 11.25. അതിന്റെ കൂടെ നമ്മൾ രണ്ട് സൈഡിലെയും തയ്യൽ തുമ്പ് ഓരോ ഇഞ്ചസ് കൂടണം. 10.25 11.25 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും 12.25 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ വിചാരിക്കും 12.25 ഇഞ്ച് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് കൂടി പോകുമെന്ന്. പക്ഷെ ഒരു കാരണവശാലും കൂടുമൊന്നുമില്ല. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ 10.25 തന്നെ അവിടെ ഉണ്ടാവുള്ളൂ. മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്കിവിടെ ബ്രസ്റ്റ് ലൈനും മാർക്ക് ചെയ്യാം. ബ്രസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 38.5 നോർമൽ പോലെ തന്നെ ഡിവൈഡഡ് ബൈ 4. അന്നേരം നമുക്ക് 9.6 കിട്ടുന്നത്. പ്ലസ് നമ്മളൊരു 3/4 ഇഞ്ചും കൂടെ ലൂസ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു 10.1 കിട്ടുക. അതിലും നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? 10.1 കിട്ടും. പ്ലസ് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. ഇവിടെ ടക്ക് വരുന്നുണ്ടല്ലോ. അന്നേരം നമുക്ക് 11.1 കിട്ടുക. നമുക്ക് ഇവിടെയും ടക്ക് നമ്മുടെ ഇതുപോലെയല്ലേ പോകുന്നത്. അന്നേരം നമുക്ക് ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ലൂസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് 10.1 പ്ലസ് 1 11.1 പ്ലസ് 1/2. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 11.1 കിട്ടുക. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് ഈ 2 പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് നമ്മുടെ ബ്രസ്റ്റ് സൈസിന് വ്യത്യാസം അനുസരിച്ച് ചെസ്റ്റിനേക്കാളും കൂടുതലും ഈ മാർക്കിംഗ് പുറത്തും പോകാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ 2 പോയിന്റുകളും ഈ ടക്ക് ലൈനിലോട്ട് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ബോഡിയുടെ അളവിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ഈ ഒരു ലൈൻസും മാറും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ലൈൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബ്ലൗസിൽ ചെയ്യുന്ന പോലെ തന്നെ മെഷർമെന്റ് എടുക്കാം. 11.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് ബാക്കിലോട്ട് എത്രയാണ് വേണ്ടത്? 8.25 ഇഞ്ചാണ് വേണ്ടത്. അന്നേരം നമുക്ക് ആ ഒരു 11.5 ഇഞ്ചിൽ നിന്നും 8.25 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് സൈഡിൽ കട്ട് ചെയ്യുമ്പോൾ കണ്ടതാണ് താഴെയുള്ള വേസ്റ്റ് ഭാഗം. 11.5 നിന്ന് 8.25 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് 3.25 ഇഞ്ചാണ് കിട്ടുക. ആ 3.25 ഇഞ്ചാണ് നമുക്കിവിടെ ടക്കായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. 3.25ന്റെ പകുതി എന്ന് പറയുന്നത് നമുക്കറിയാം 1.1 ആ 1.1 നമ്മളിവിടെ
ടക്കായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട്. ടക്കിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കും. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കൂട്ടി തയ്ക്കുമ്പോഴത്തേനും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ നമുക്ക് ഇവിടുന്ന് പോകും. അപ്പോൾ നമ്മൾ ഈ ടക്ക് ഇട്ടതിന് ശേഷം 1/2 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് പിടിക്കുമ്പോൾ ടക്കില്ലാതെ 1 ഇഞ്ച് ആയിട്ട് കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ അത് നമ്മുടെ മെഷർമെന്റിനെ ബാധിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 1 ഇഞ്ച് തയ്യൽ തുമ്പിനുള്ള 1 ഇഞ്ച് കുറച്ച് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 1.1 എന്നുള്ളത് നമ്മൾ 1/2 ഇഞ്ച് ഓരോ സൈഡിലും കുറയ്ക്കുക. അതായത് 3.25 ഇഞ്ചാണ് കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1 ഇഞ്ച്, അതായത് രണ്ട് സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 1 ഇഞ്ചാണ് നമ്മൾ കുറയ്ക്കുന്നത്. അന്നേരം നമുക്ക് 2.25 ഇഞ്ച്, അതായത് 3.25 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2.25 ഇഞ്ച് ഇവിടെ കിട്ടും. ആ 2.25 ഇഞ്ചാണ് നമ്മൾ ടക്കായിട്ട് കൊടുക്കുന്നത്. 2.25ന്റെ പകുതി 1.1 രണ്ട് സൈഡിലും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടക്ക് കട്ട് ചെയ്തിട്ട് തയ്ക്കാൻ നേരത്ത് രണ്ട് സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടക്ക് തന്നെ ഇവിടെ കിട്ടും. മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയാണ് നമുക്ക് അറിയാത്തൊരു സംഭവം, കട്ടിങ് എങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾ നോർമൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 3.5 പകുതി എത്രയാണ്? 1.25. അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ട് 1.5 തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. സെയിം തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പോയിന്റിലോട്ട് സ്ട്രൈറ്റ് സ്കെയിൽ വെച്ചിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തു. കർവ് സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു. 1/2 ഇഞ്ച് നമുക്കിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ ബാക്കിൽ എടുത്ത പോലെ തന്നെ തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് 1.5 ഇഞ്ച് വീതം. ഓക്കെ, ഇനി നമുക്കിവിടെ നമ്മളൊരു പണിയും കൂടെ ബാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ആം ഹോൾ നമുക്കറിയാം. നമ്മൾ ഈ ഒരു ഭാഗം വരച്ചു. ഇനി ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ടോ, നമ്മൾ ഈ ഒരു ഇങ്ങോട്ട് വരച്ചിട്ടുള്ള ലൈനും ഇങ്ങോട്ട് വരച്ചിട്ടുള്ള നമ്മുടെ ടക്ക് ലൈനും കൂടി ചേരുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ ആം ഹോൾ, നമുക്ക് ശരിക്കും എത്രയായിരുന്നു ആം ഹോൾ വേണ്ടിയത്, നമ്മുടെ ആ ചെസ്റ്റ് ലൈനിലോട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ശേഷം നമ്മളിവിടെ നമ്മുടെ ആം ഹോൾ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അന്നേരം നമുക്ക് തോന്നും നമ്മുടെ ആം ഹോൾ കിട്ടുമോ, ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം എത്ര ഇഞ്ചസാണ് ആം ഹോൾ വേണ്ടത്. നമ്മൾ ബാക്കിൽ ഒരു സൈഡ് 9.25 കിട്ടുന്നുണ്ടോ നോക്കാം. നമ്മൾ ഇവിടെ വരെ മെഷർമെന്റ് എടുക്കാം. 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ എടുത്തപ്പോഴത്തേനും ഇവിടെ 5.25 ആ 5.25 ഇവിടെ വെച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കാം 9.25 കിട്ടുന്നുണ്ടോയെന്ന്. ഇവിടെ നമുക്ക് 11.1 കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് കൂടുതലാണ് അല്ലേ? പക്ഷെ അതൊരിക്കലും ഒരു കൂടുതലല്ല. ഈ 11 എന്ന് പറയുന്നത് 1 ഇഞ്ച് നമ്മൾ ടക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേനും കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ 11 എന്ന് പറയുന്നത് 1 ഇഞ്ച് കഴിയുമ്പോഴത്തേനും 10.5 ആയിട്ട് കുറയും. പ്ലസ് നമുക്കൊരു 1/2 ഇഞ്ചും കൂടെ അധികമായിട്ടുണ്ട്. അത് നമ്മളിവിടെ ആകുമ്പോൾ 1/2 ഇഞ്ച് കുഴിച്ച് കിട്ടുന്നുണ്ടല്ലോ, ആ എക്സ്ട്രാ നിൽക്കുന്നത് അത്രേ ഉള്ളൂ. അതായത് 9.25 വേണം, നമുക്കിവിടെ 10.5 കിട്ടുന്നുണ്ട്. അന്നേരം നമുക്ക് വരുന്ന എക്സ്ട്രാ ഉള്ളത് എന്ന് പറയുന്നത് നമ്മൾ ആം ഹോൾ കുഴിച്ച് വെട്ടുന്നതാണ് നമുക്കിവിടെ അധികമായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കട്ട് ചെയ്തെടുക്കണം. കട്ടിങ് എടുക്കാനായിട്ട് നമുക്ക് എത്ര ഇഞ്ചസാണ് വേസ്റ്റ് വേണ്ടത് നോക്കാം. നമുക്കിവിടെ വന്നിട്ടുള്ളത് 8.25 ഇഞ്ചാണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുവാണ്. ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മളൊരു 8.25 മാർക്ക് ചെയ്തു. ശേഷം നമ്മൾ നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കാം. കാരണം നമ്മൾ ഈ രണ്ട് സൈഡ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് മെഷർമെന്റ് എടുത്ത് നോക്കാം. തയ്ച്ച് പോകാനുള്ളതും ആം ഹോളിൻ്റെ അവിടെ സ്ലീവ് വയ്ക്കുന്ന തയ്യൽ തുമ്പും എല്ലാ തയ്യൽ തുമ്പും കൂടിയിട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. 9.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് അളന്ന് നോക്കാം. 5.5 നമുക്കിവിടെ ടക്കൊന്നും വരുന്നില്ല, അതുകൊണ്ട് 5.5 തന്നെ ഫുള്ളായിട്ട് എടുക്കാം. 9.5 നിന്ന് 5.5 കുറയ്ക്കാം. അന്നേരം നമുക്ക് 4 ഇഞ്ചാണ് കിട്ടുന്നത്. 4 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് പിടിച്ച് നോക്കാം. ഇവിടെ പ്ലസ് നമ്മളൊരു 1/2 ഇഞ്ച് തയ്ക്കാനായിട്ട് രണ്ട് സൈഡിൽ ഒരെണ്ണം അടിച്ച് മറക്കാനും ഒരെണ്ണം നമ്മുടെ ബ്ലൗസിലോട്ട് തയ്ച്ച് പിടിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് അടക്കം 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അത് നമ്മൾ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനായിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കുകയാണ്. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു. ശേഷം നമുക്കിനെ വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ്ങും ഫ്രണ്ട് പാർട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ സ്ലീവ്സും ബാക്കിയുള്ള പാർട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പരമാവധി ഈ ഒരു ലൈൻസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് കഴിയും. ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയാണോ അളവെടുത്ത് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ട് അവിടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം.
ഓക്കെ, നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് അതാണല്ലോ നമുക്ക് ഏറ്റവും ടാസ്ക് ആയിട്ടുണ്ടായിരുന്നത്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചറിയില്ല, നമ്മൾ ഈ ഭാഗം കൂടി തയ്ച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കട്ടിങ് നമുക്ക് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. കാരണം എല്ലാം കൂടി ഒരു വീഡിയോനകത്ത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്.